സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഈ അവധിക്കാലം കുട്ടികൾ എങ്ങനെ ആഘോഷിച്ചു? നമ്മുടെ ഇവിടെ കുറെ അതിഥികൾ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ് ഫ്രണ്ട്സ്, ഇത് ലക്ഷ്മി ജുവലറി ശ്രീകണ്ഠൻ നായർ ഷോ കോപ്പ് ഔട്ട് ബൈ കൈരളി TMG ആൻഡ് MJ ഇൻഫ്രാസ്ട്രക്ചർ. അവിടെ ഒരു ചെറിയ കലാപരിപാടി നടക്കാം, നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാൻ ഇപ്പൊ വരാം. എത്ര ഇടി കിട്ടി? 4. നന്നായി, വാ അവിടെ ഇരിക്കും. 4 കിട്ടിയല്ലോ. നല്ല രസം ഉണ്ടായിരുന്നോ? നല്ല സുഖം തോന്നില്ലേ? ആ അങ്ങനെ. ഇനി ഇപ്പൊ എപ്പോഴെങ്കിലും ശ്രീകണ്ഠൻ നായരാവണമെന്ന് തോന്നുവോ? അപ്പൊ തോന്നി അവിടെ ഇടി കിട്ടും. മനസ്സിലായല്ലോ? എന്താ പേര് മോളുടെ പേരെന്താ? ലക്ഷ്മിയാണോ? ആ ലക്ഷ്മി വാർത്ത വായിച്ചായിരുന്നു. എന്തുവായിരുന്നേ വാർത്ത? ഇങ്ങോട്ട് എണീറ്റ് നിന്ന് പറഞ്ഞു. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഈ വാർത്ത വായിക്കുന്നത് ലക്ഷ്മി ഫുൾ സ്റ്റോപ്പ് 7 വയസ്സ്. ലക്ഷ്മി ഫുൾ സ്റ്റോപ്പ് 7 വയസ്സ്. ലക്ഷ്മിയുടെ വാർത്ത വായന അങ്ങ് അമേരിക്ക കേട്ടിട്ട് എന്നോടൊരു സായിപ്പ് ചോദിക്കാണ്, അയ്യോ ഇതാര്? ലോകത്തെല്ലാരും അറിഞ്ഞു ഇതെന്റെ വാർത്ത വായിച്ചത്. അവര് പറഞ്ഞെന്തറിയോ? ഇപ്പൊ വായിച്ചിരിക്കട്ടെ, ഇനി മേലി വായിക്കാൻ പാടില്ലെന്ന്. ചുമ്മാതാ. ലക്ഷ്മി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ ലക്ഷ്മിയുടെ ഒരു ഫാനാ. വിശ്വസിക്കുമോ പറഞ്ഞ? നമ്മൾ ഇന്നാളെ കണ്ട ഏത് ക്ലാസ്സിലായിരുന്നു? ഇന്നാളെ ഒരു ദിവസം കണ്ടില്ലേ നമ്മള്? അപ്പൊ UKG ആയിരുന്നു. ഇപ്പൊ LKG. 5 വയസ്സുണ്ടായിരുന്നു. 5 വയസ്സുണ്ടായിരുന്നു. ഇപ്പൊ 1-ലായപ്പോ 7 വയസ്സായി. അയ്യോ 7 വയസ്സായോ? എന്റെ അമ്മോ, അതെങ്ങനെ പറ്റിയത്? എനിക്ക് 7 വയസ്സായി. എനിക്ക് 10 വയസ്സായി. നിനക്ക് 9 വയസ്സായിട്ടും കാര്യമില്ല. 7 വയസ്സായി അല്ലേ? എനിക്ക് 7 വയസ്സാ. ഞാൻ UKG-ലായി. LKG കഴിഞ്ഞു. ടീച്ചറിന്റെ പേരെന്തുവായിരുന്നു? വിൻമിസ്സോ? ആ മിസ് എന്തിയേ? സ്കൂളിൽ നിന്ന് പോയി. എങ്ങോട്ട് പോയി? വീട്ടിലേക്ക്. എനിക്ക് സരസ്വതി ശ്ലോകം അറിയാം. ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഓം സം സരസ്വതിയൈ വാഗ്വാദിന്യൈ നമഃ. ഓം നീലാളകായി സരസ്വതിയൈ നമഃ. ഓം വിദ്യജ്ഞാനപ്രദായിന്യൈ നമഃ. ഓം മനോരൂപ കല്യാണദായിന്യൈ നമഃ. ഓം മഹാരൂപായൈ സരസ്വതിയൈ നമഃ. മോൾ എവിടുന്ന് പഠിച്ചത്? ഇത് ഞാൻ തന്നെ എന്റെ അമ്മ പഠിപ്പിച്ചതെന്ന്. നീ പള്ളിക്കൂടത്തിലെങ്കിലും പോയില്ലേ? ഇപ്പൊ ഈയിടെയായിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടു. പോയില്ല. എന്താ പോകത്തെ? ഇവിടെ പിന്നെ പണിയല്ലേ. ഇവിടെ പണിയാണോ? എന്ത് പണി? ഇവിടുത്തെ പണി കഴിഞ്ഞ് തനിക്ക് സമയം കിട്ടുന്നില്ലയോ പോകാനായിട്ട്? ജനാർദ്ദൻ ചേട്ടൻ എന്താ അന്വേഷിച്ചല്ലോ? എന്തു പറ്റി? എപ്പോ അന്വേഷിച്ചു? കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 2:30 മണിക്ക്. ഞങ്ങളവിടെ വീട്ടിൽ പോയതാണല്ലോ, പിന്നെ എന്തിനാ അന്വേഷിച്ചെന്ന് പറയണേ? പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് നീ അങ്ങനെ അസുഖമുണ്ട്, ആളിനെ അന്വേഷിക്കും. നീ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്നായിരുന്നോ? എന്ന് ചെന്നു അവിടെ? അവിടെ ഇഡ്ഡലിയും ദോശയും കഴിക്കാൻ തന്നു. ഇഡ്ഡലിയും ദോശയും? അവിടെയാണോ ഇഡ്ഡലി? അവിടുന്ന് ചായക്കടയാണോ അവിടെ പോയത്? ജനാർദ്ദൻ ചേട്ടന്റെ ആരാ? ജനാർദ്ദൻ ചേട്ടന്റെ. നീ ചേട്ടനാണോ വിളിക്കുന്നേ? പിന്നെ എന്തോ വിളിക്കുന്നേ? കൊച്ചച്ഛൻ. ജനാർദ്ദനൻ ചേട്ടൻ നിന്റെ കൊച്ചച്ഛനാണോ? അല്ല, എന്റെ അല്ല, എന്റെ അച്ഛമ്മയുടെ. അയ്യോ, നിന്റെ അച്ഛമ്മയുടെ കൊച്ചച്ഛൻ. അപ്പൊ നിന്റെ ആരാടേ? ഞാൻ അതല്ലേ ചോദിക്കുന്നത്. എന്റെ അപ്പൂപ്പൻ. അത് പറഞ്ഞാ പോരെ? ആ അപ്പൂപ്പനെയാണോ കയറി ചേട്ടാന്ന് വിളിച്ചത്? ഇനി വീട്ടിലോട്ട് എല്ലാം പറ്റും. ഇനിയിപ്പോ എന്താ സംഭവിക്കാമെന്നറിയോ? TV അങ്ങോട്ട് ഓൺ ആവും. ഗുരുത്തക്കേട് അൺലിമിറ്റഡ് അങ്ങോട്ട് വരും. ഇത് അങ്ങോട്ട് കേൾക്കും. ജനാർദ്ദൻ ചേട്ടൻ TV കാണാതിരിക്കുകയാണ്. പൊന്നപ്പൻ അല്ലടാ തങ്കപ്പൻ എന്ന് പറഞ്ഞ് TV കാണാതിരിക്കുമ്പോഴുണ്ട് ഒരുത്തൻ പറയുന്നു അപ്പൂപ്പനെ കയറി ചേട്ടാന്ന് വിളിച്ചു. പോയില്ലേ? നിന്റെ ഇഡ്ഡലിയും പോയി സാമ്പാറും പോയി. ഇനി ആ വഴിക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. ജനാർദ്ദൻ ചേട്ടന് 24 വയസ്സുള്ളപ്പോൾ ഒരൊറ്റ ഇടി ഒരു നേപ്പാൾക്കാരനെ ഇടിച്ചിട്ട് നേപ്പാളുകാരന് 7-ാം ദിവസം കണ്ണു തുറന്നു. നിനക്കറിയാമോ കഥ? നീ അവിടെ കണ്ടു, നേപ്പാളിൽ പോയി കണ്ടു. നീ കണ്ടു. നിന്റെ പേര് പറഞ്ഞില്ല. എന്ത് മേനോൻ? എന്തൊക്കെയാ പരിപാടിയിൽ? എങ്ങനെയൊക്കെ പോകുന്നു നമ്മുടെ കട്ടുറുമ്പ്? നല്ലോണം പോന്നോ? നിങ്ങളൊക്കെ ഹിറ്റാണോ ഇപ്പോ?
വെളിയിലിറങ്ങിയ ആൾക്കാർ സെൽഫി എടുക്കാൻ വരുന്നുണ്ടോ? മറ്റേ വടിയും കൊണ്ട് നിന്റെ കൂടെ സെൽഫി എടുത്തോ? സെൽഫി സ്റ്റിക്കുമായിട്ട് ആരെങ്കിലും വന്നോ? ആ ചന്തി നോക്കി അടിച്ചു തരാനായിരിക്കും കേട്ടോ സ്റ്റിക്കുമായിട്ട് വന്നത്, അല്ല സെൽഫി സ്റ്റിക്ക് അല്ലത് കേട്ടോ. ആ അപ്പൊ എങ്ങനെ ഇരിക്കുന്നു കട്ടുറുമ്പ്? എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങളൊക്കെ? നല്ലോണം പോകുന്നു ഞാൻ പറഞ്ഞില്ലേ. ഇനി വീണ്ടും ചോദിക്കണോ അല്ലേ? എന്റെ പ്രൊഡ്യൂസറൊക്കെ എങ്ങനെയുണ്ട്? പ്രൊഡ്യൂസറൊക്കെ അടിപൊളിയല്ലേ. പൊളപ്പൻ. പൊളപ്പനോ? പ്രൊഡ്യൂസർ നിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു തന്നോ പൊളപ്പൻ എന്ന് പറഞ്ഞേക്കണമെന്ന്? പറഞ്ഞു അല്ലേ? ആ അതാ പുള്ളിയുടെ കുഴപ്പം. പുള്ളി അല്ലേ ആദ്യമേ പറഞ്ഞു കൊടുക്കും എന്തൊക്കെ പറയണം അല്ലേ? ഈ പൊളപ്പൻ എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? മീൻ പൊരിച്ചിട്ട് കഴിക്കാത്ത അതിന്റെ അർത്ഥം. നിന്നെ ഒരാൾ അന്വേഷിച്ചു തിരുവനന്തപുരത്ത് വെച്ച്. എന്താണെന്നറിയോ? നിന്നെ കിട്ടിയ ഇടിയായിരിക്കുക അറിഞ്ഞോ? നീ ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത മീശയൊക്കെ വെച്ചോണ്ടിരുന്ന ആരാന്നറിയോ? പ്രൊഫസർ ജഗദീഷ് കുമാർ കാലടി PO. അദ്ദേഹത്തിനെ നീ മോശമായിട്ട് അനുകരിച്ചെന്നു. നീ എങ്ങനെ അനുകരിക്കുന്നത് ജഗദീഷിനെ? ഇങ്ങോട്ട് നിന്ന് കാണിച്ച് നോക്കട്ടെ. ആ അങ്ങനെ ഭയങ്കര വിഷമമായി. നടന്നു വരൂ. ആ നടന്നു വന്നാലേ പറ്റൂ. ആ ആ ആ ഓക്കെ. നീ സൂപ്പർ ആള് കേട്ടോ. അങ്ങേർക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ രാത്രി ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു കേട്ടോ. ആ നീ ഇങ്ങനെ ജഗദീഷിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അത് പുള്ളിക്ക് ഭയങ്കര വിഷമമായി. നിന്നോട് പറയാൻ പറഞ്ഞു കിട്ടിയ ഇടിക്കുമെന്ന് പറഞ്ഞു. നീ അങ്ങനെ മുന്നിൽ പോയി ചാടരുത്. എവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ? എവിടെ വെച്ച് കണ്ടു? കോമഡി സ്റ്റാർസിൽ പോയി കണ്ടോ? കണ്ടപ്പോ എന്തോ പറഞ്ഞു അദ്ദേഹം? എന്നെ എടുത്തോ? ആ നിന്നെ എടുത്തോളാന്ന് പറഞ്ഞോ? ഹലോ, നമ്മളന്ന് സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് കണ്ട ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഞാൻ പരിചയപ്പെട്ടില്ലയോ പത്രക്കാരനാണെന്ന് പറഞ്ഞു വന്ന്? ഓർമ്മയില്ലേ? എന്തോ പേര്? അന്നതല്ലല്ലോ പറഞ്ഞത്. അഭിനവ് തന്നെയാണോ പറഞ്ഞത്? അന്ന് സോമശേഖരൻ അല്ലേ പറഞ്ഞേ? അല്ലല്ലോ, അഭിനവ് തന്നെയായിരുന്നോ? അപ്പൊ എന്റെ ഓർമ്മ പേശകാരിക്കും. അപ്പൊ ക്ലിന്റെ സിനിമ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ആ അഭിനയിച്ചു. ഇയാൾ എന്ത് റോളിൽ അഭിനയിക്കുന്നത്? ക്ലിന്റിന്റെ അച്ഛനായിട്ടാണോ അഭിനയിക്കുന്നത്? അല്ല പിന്നെ ഈ കൂട്ടുകാരൻ എന്തോ വേഷം എന്തുവാ? നിക്കറും പാവാടയും ബ്ലൗസ് വന്നോ? പിന്നെ എന്തോ എന്റെ വേഷം എന്തോന്ന് ചോദിച്ചത്? ചിലപ്പോ പെണ്ണിന് കിട്ടി, ചിലപ്പോ ഉടുപ്പിടാതെ. ആ ഉടുപ്പിടാതെ ഉണ്ടോ? അയ്യേ ഉടുപ്പൊന്നുമില്ല. അപ്പൊ ഏത് ഇവിടെ സ്കിറ്റ് ചെയ്യുമ്പോ നമ്മള് ചട്ടിയൊക്കെ ഊരി നിൽക്കുന്നതോ? ഓ ഇവിടെ സ്കിറ്റ് ചെയ്യുമ്പോ ജട്ടി ഇടാതെ നിൽക്കുന്നു. ആ ഇയാള് ജട്ടി ഇടാതെ ഇവിടെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങള് കാണിക്കത്തില്ല ടിവിയില്. ഞാനും ആൽഫിയൊക്കെ ഇല്ലേ കുളിക്കുമ്പോ ജട്ടി ഇടാതാണ് കുളിക്കുന്നത്. എല്ലാരും കുളിക്കും. അതൊരു പുതിയ അറിവ്. വേറെ ആരാ ജട്ടി ഇടാ കുളിക്കുന്നേ? നമ്മളെല്ലാരും കുളിക്കും. ഏത് ക്ലാസ്സിലായി പഠിത്തമൊക്കെ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പോകാൻ പോകും. ഒരു സ്റ്റാൻഡേർഡ് പോയത് സ്കൂളിൽ പോയതിനു ശേഷമാണോ അതോ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഇവിടെ വന്നതിന് ശേഷം സ്റ്റാൻഡേർഡ് കൂടിയോ? ആദ്യത്തെ ഒരേ സ്റ്റാൻഡേർഡ് ഇപ്പൊ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് പോകാൻ പോണു. ഹലോ പുലിമുരുകൻ. എന്തോ പുലി ചത്തുപോയോ? വലിയ ടെൻഷൻ ഇരിക്കുന്നു. മോഹൻലാൽ കണ്ടടേ ഇയാള് ഇത് അഭിനയിക്കുന്നത്? മോഹൻലാലിന്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. എന്തോ വീട്ടിൽ വിളിച്ചാൽ അവിടെ ഒരു ഇടിമുറി ഉണ്ട്. നിന്നെ കയറ്റിട്ട് ഇടിക്കാൻ വേണ്ടിയാ. നീ മോഹൻലാൽ നടക്കുന്നൊന്ന് കാണിച്ച്. അത് ഇന്നാളി പറയുന്ന കേട്ടു. ആ നോക്കട്ടെ. നീ ഇപ്പൊ കംപ്ലീറ്റ് അങ്ങ് മോഹൻലാലായോ? മോഹൻലാലേ? അപ്പോ മോഹൻലാൽ എങ്ങനെ നടക്കുന്ന നോക്കട്ടെ. ഞാൻ അവിടെ നിന്ന് നോക്കട്ടെ. നീ നടക്കുന്ന കറക്റ്റ് ആണോ നോക്കട്ടെ. ആ വരൂ. കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിനീ കവിതയുമായി നിന്റെ ചോടിയിൽ വീരിയും അലരിനാളികൾ മറന്നു വരും. എങ്ങനെ കവിളിണൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിനീ കവിതയുമായി വാ എന്റെ ഗാനം.
പൂവിൽ മലരിട്ടു മാകന്ത ശാഖികളിൽ മനസ്സിന്റെ മാലിനി തീരഭൂവിൽ മലരിട്ടു മാകന്ത ശാഖികളിൽ ബലിരിലെന്നും കുയിലുകൾ പാടി കരിവള കൊട്ടി പുഴയത് പാടി വനജോഷ്ണ പൂവിടുന്ന വരികയിൽ പാടുവാനായി അഴകിന്നഴകേ നീ വരുമോ. ഇയാളിപ്പോ എന്നാ മോഹൻലാലിനെ കാണാൻ പോകുന്നത്? വിളിച്ചിട്ടുണ്ടോ വീട്ടിലേക്ക്? അതെ. ഊണഴിക്കാൻ വിളിച്ചു തന്നു. എന്തോ പരിപാടി എന്തോ അവിടെ പോയിട്ട്? അവിടെ പോയിട്ട് ലാലേട്ടൻ എന്നെ കാണണം. ആ, ലാലേട്ടനെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. എന്നാ ലാലേട്ടനെ കാണണമെന്ന് എങ്ങനെ അറിയിച്ചത്? എങ്ങനെ അറിയിച്ചത്? ആര് വഴി അറിയിച്ചു? എങ്ങനെ അറിയിച്ചു? എപ്പോ അറിയിച്ചു? എങ്ങനെ അറിയിച്ചു? ശ്വേത ചേച്ചിന്റെ ഫോണിൽ വിളിച്ചിട്ട്. ശ്വേത ചേച്ചിയുടെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് സതീഷ് ഒരു പ്രൊഡ്യൂസറിന്റെ അടുത്ത് പറഞ്ഞപ്പോ എന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ മോൻ അവിടെ ചെന്നു ചെന്നില്ല. അല്ല, ചെന്നു. സങ്കല്പിക്കടേ, ഒന്ന് സങ്കല്പിക്കടേ. ഇത്രയും വലിയ തലയില്ലേ? ഒന്ന് സങ്കല്പിച്ചു. എന്നിട്ട് എങ്ങനെയായിരിക്കും ലാൽ റിയാക്ട് ചെയ്യുന്നത് ഇയാളെ കാണുമ്പോ? ഇയാളെ കണ്ടിട്ടുണ്ടോ ടിവിയിലൊക്കെ? ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഇയൊക്കെ വെച്ചിട്ടുണ്ട്. മോന്റെ പേരെന്താ? മോന്റെ ഈ കാതിലെ കടുക്കനോടെ പോയി. ഈ കാതിലുണ്ടല്ലോ കടുക്കൻ. ഇത് എന്താ ഇവിടെ പോയി? ഫാഷനാണോ? ഒറ്റ കാതിലെ ഉണ്ടാവുമെന്ന് പറഞ്ഞോ? ഈ കടക്കിന് ടീപ്പിച്ചാരാ? വിഷ്ണു ആണോ? പിന്നെ ആര്? കല്യാൺ ജലാസിൽ പോയിട്ടതാ. ആ, എവിടെ പോയപ്പോ? കല്യാൺ ജലാസ്. പെമ്പിള്ളേരല്ലേ ഇടുകൂടെ ഇത്? പിള്ളേര് രണ്ട് കാതില്. ഞാൻ അതുകൊണ്ടല്ലേ ഒരു കാതിലിട്ടത്. എടേ, നീ ഒരു കാതിലിട്ടാലും പെമ്പിള്ളേരുടെ ഫാഷൻ ആടേത്? അയ്യാ, അല്ല, ഞാൻ ഫാഷൻ ആയിട്ടാണ്. ഫാഷൻ ആയിട്ടെ? നീ ആരുടെ ഫാഷൻ ആയിട്ടാ ഇട്ടത്? വിജയ്. നീ സിനിമയൊക്കെ കാണാൻ പോവോ? ഓ, നിനക്ക് ആരെയാ ഇഷ്ടം? എനിക്ക് ബാഹുബലി, പ്രഭാസ്. ബാഹുബലി. പ്രഭാസിനെ ഇഷ്ടം, വിജയിനെ ഇഷ്ടം. ഇയാളുടെ പേര് പറയൂ. നിവേദിത. കേട്ടില്ല. നിവേദിത. കേട്ടില്ല. നിവേദിത. കേട്ടില്ല. നിവേദിത. ഇപ്പൊ കേട്ടു. നിവേദിത കേട്ടോ. നിവേദിത ഏത് ക്ലാസ്സിലായി? നിവേദിത നല്ല സുന്ദരി പല്ല കേട്ടോ. 13 പല്ലുണ്ടല്ലേ? ഓ, മോളുടെ പേര് പറ. എന്റെ പേര് ഐശ്വര്യ. ഐശ്വര്യ എന്നാണോ മോളെ? ആഹാ. മോളുടെ പരിപാടി എന്തൊക്കെയാ? കട്ടുറുമ്പിലുണ്ടോ മോള്? കട്ടുറുമ്പിൽ എന്തായിട്ടാ മോള് ചെയ്യുന്നേ? കട്ടുറുമ്പില് അങ്ങനെയൊന്നുമില്ല അല്ലേ? Hey, welcome to the party. Hey, come on, sweetie. Hey, kulla enjoyment, they man and duty. Hey, ripo mapokado. Hey, pote malirado. Hey, kalam teliyane lokam chutam colorful chikati dati. മോളെ ഈ വെക്കേഷൻ സിനിമ വല്ലതും കണ്ടോ? സിനിമ വെക്കേഷൻ കണ്ടില്ല. കണ്ടില്ലേ? ഇനി ബാഹുബലി ബാഹുബലി കാണാൻ പോയില്ലയോ? പോയില്ല. ബാഹുബലി കണ്ട ആരുണ്ടോ ഇതിനകത്ത്? പോയില്ല, ഇനി കാണണം. മോള് കണ്ടോ ബാഹുബലി? ബാഹുബലി 2 കാണത്തുള്ളൂ. അച്ഛൻ വരുമ്പോഴേ? ബാഹുബലി. ഇയാൾ അച്ഛൻ എവിടെ പോയി? പട്ടാളത്തിൽ എവിടെയാ അച്ഛൻ? അച്ഛൻ എവിടെ? കാശ്മീരിലാണോ? പഞ്ചാബിലാണോ? ഊത്താട്ടുള്ളതാണോ? പിന്നെ എവിടാ? ആ, അപ്പൊ എവിടെയാന്ന് വെച്ചാൽ മോളൊരു ആ ചുമന്ന ലൈറ്റ് എത്തിക്കുന്നില്ലയോ? അവിടെ ഒരു ഹായ് അച്ഛാന്ന് പറഞ്ഞേര്. ആ, അച്ഛൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടാവും. അച്ഛോ, ഒന്ന് വിളിച്ചോ വേണമെങ്കിൽ അവള്. അച്ഛൻ ഒന്ന് വിളിച്ചു. അച്ഛൻ വരുമ്പോ 2 ബുള്ളറ്റ് കൊണ്ടുവരണേന്ന് പറ. അവിടെയൊക്കെ ഒരുപാട് ബുള്ളറ്റ് തറ കിടപ്പുണ്ടായിരിക്കും. നമ്മൾ ഈ കൊപ്രയൊക്കെ ഉണക്കായിട്ടേക്ക് എത്തില്ലയോ? അതുപോലെ ബുള്ളറ്റ് കിടക്കും. 2 വാരിക്കൊണ്ട് വരാൻ പറ. ആ, അത് കൊണ്ടുവരും. മിക്കവാറും പോലീസും പിടിക്കും. ആ മോളെ, ബാഹുബലി എങ്ങനെ ഉണ്ടായിരുന്നു? ബാഹുബലി 2 ആണോ മോള് കണ്ടത്? ആ,
ബാഹുബലി എങ്ങനെയാ കൊന്നത്? കട്ടപ്പ. ആ കട്ടപ്പ അത് എങ്ങനെ കൊന്നു എല്ലാരും ചോദിക്കപ്പോ എന്നെ കൂടെ വഴിയിൽ പിടിച്ചെടുത്ത് ചോദിച്ചു. മണ്ണിന്റെ അടിയിലെ ബാഹുബലി മണ്ണിന്റെ അടി. എന്നിട്ട് അപ്പഴേ മരിച്ചോ? ആശുപത്രി കൊണ്ടുപോയായിരുന്നോ? കാട്ടിലൊക്കെ ഹോസ്പിറ്റലില്ലടാ. മറ്റവനാര്? ബാഹുബലിയിലെ വില്ലൻ അതാരടേ? അത് ഞാൻ കണ്ടിട്ടില്ല. നീ കാണണ്ടേ? നീ മോഹൻലാൽ ഫാനല്ലേ? പിന്നെ ആ നമ്മുടെ നാടൻ കോടാലിയാണോ അത്? നാടൻ കോടാലിയല്ല, വെട്ടുകത്തിയാണോ? വെട്ടുകത്തി വെച്ച് പിന്നെ കയറും. നിനക്ക് ഇഷ്ടപ്പെട്ട സിനിമ? സൂപ്പർ സിനിമയാണോ? നിനക്ക് കരച്ചിൽ വന്നോ? അതെന്തുവാ? ഇടേ വാടേ, കുറെ കാലമല്ലേ നമ്മൾ കണ്ടിട്ട്. വരൂ രണ്ടുപേരുടെ വരുവടേ രണ്ടുപേരും വരൂ. നിങ്ങൾ ഇരട്ടക്കുട്ടികളല്ലേ? ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എവിടെ? വന്നിട്ടില്ല. അച്ഛൻ എവിടെ പോയി? ജോലിക്ക് പോയോ? നിങ്ങൾ രണ്ടുപേരുമാണോ ജഗതി അവതരിപ്പിക്കുന്നത്? ഇയാളാര്? ഏത് കുതിരയോട്ടോ? ഏത് പപ്പു ആയാലും ഇയാൾക്ക് പ്രശ്നമല്ല അല്ലേ? ഇയാള് അങ്ങനൊന്നും ഇല്ലല്ലേ? ഏതെങ്കിലും ഒരു പപ്പുനെ കൈ കിട്ടിയാൽ മതി അല്ലേ? ബാഹുബലി സ്റ്റൈൽ കാണിച്ച് നോക്കട്ടെ. ഇയാൾക്ക് വേണമെങ്കിൽ ശിവലിംഗം പൊക്കുന്നത് എങ്ങനെയാന്ന് പുള്ളി കാണിക്കും കേട്ടോ. കാണിക്കും. എന്തോ ഇയാളുടെ പേര്? അതിന് ആരോഗ്യം ഉണ്ടോ നോക്കട്ടെ. എല്ലാം കൂടെ 3.5 കിലോ ഉള്ളല്ലോ. ശിവലിംഗമാണോ പൊക്കേണ്ടത്? ഇരിക്കും എന്തായാലും. ശിവലിംഗം പൊങ്ങിക്കൊണ്ടിരിക്കുക. പൊക്കിയോ? നന്നായി. ഇത് ആദ്യമായിട്ടാണോ ശിവലിംഗം പൊക്കുന്നത്? നമ്മുടെ ജഗതി ചേട്ടനെ കാണിച്ചില്ല. ഡയലോഗോ എന്ത് ലോഗോ അത് തന്റെ ഇഷ്ടം പോലെ. കലങ്ങിയില്ല. എന്ത് കലങ്ങിയില്ലെന്ന്? പാല്. ഓ അത് ശരി. ഉമ്മൻചാണ്ടി. സത്യം ഉമ്മൻചാണ്ടി ഞാൻ കാണിക്കാം. ഇപ്പൊ അയാള് കാണിച്ചു ഉമ്മൻചാണ്ടി അല്ലേ? അപ്പൊ കൊച്ചിനെ വേണോ? അല്ലേ വേണ്ട, മോഹൻലാലിനെ കാണിക്കും. ഉമ്മൻചാണ്ടി കാണിക്കൂ ആദ്യം. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇയാൾ എപ്പോ പാടുന്നോ അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ. എന്നിട്ട് മോഹൻലാലിനെ കാണിക്കുമ്പോഴോ? മോഹൻലാൽ ഇതേ സിനിമയിലേ ഇത്? അതറിയില്ലല്ലേ? അപ്പൊ വേറെ എന്തോ കാണിക്കുന്നത്? ജയതി ചേട്ടന്റെ കിലുക്കം പ്ലേ ചെയ്യാം. കിലുക്കം എന്റെ അമ്മോ, ഞാൻ എവിടെ കൊണ്ട് കളഞ്ഞു? ആ മുക്കുരുത്തി മലയാള മോളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോ അടി. എടാ മഹാഭാവി, ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. ചത്ത നഖം പോലും ബാക്കിയിട്ടില്ല. സെന്റിമെന്റ്സ് കാണിക്കല്ലേ? നീ ഒറ്റ ഒരുത്തൻ കാരണം ഞാൻ ഈ കടുങ്ക ചെയ്ത്. എന്നിട്ട് സഹതാപം പറഞ്ഞ ചവിട്ടി ഷേപ്പ് മാറ്റി കേട്ടോ. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വേണമെന്ന് ഇടി വെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ. നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കാൻ ഒരു 3 എണ്ണം അടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാം. നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കണം ഒഴിച്ചു തരാൻ. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചൊരു ബോട്ടിൽ എവിടെ? അതോ എടേ, ആ പ്രാന്തിപ്പണ്ണി ഇവിടെ നടന്ന ടെൻഷനില്ല ഞാൻ അടിച്ചു തീർത്തു. എവിടെങ്കിലും പോയി തോലട്ടെ ശവം. മനുഷ്യന് മനസ്സമാധാനമായിട്ട് ഇപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്. ഇതിൽ 6 പൊറോട്ട ഉണ്ട്. 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട എനിക്കും. ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ? ചാറി മുക്കി നക്കിയാമോ? എടാ എച്ചി എന്നും എച്ചിയാണ്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. അയ്യോ മുനുസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന കൂട്. ഇത് മുനുസ്വാമി അല്ല. അയ്യോ അല്ലേ? എന്നാ ഇതായിരിക്കും. കളറ് പടോ പതിഞ്ഞിരിക്കണല്ലേ? കോട് ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? അയ്യോ ഞാൻ ഇടാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഷർട്ടാണ്. ചൂടാവരുത്. ഏത് നിമിഷവും പ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ.
ഞാൻ ചൂടാകുന്നില്ല. പക്ഷെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രിയോടെ സഹിക്കാൻ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. അത് നീ എന്ത് വേണോ ചെയ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താൽ മതി. പ്രശ്നമുണ്ട്. കൊരങ്ങാ കൊരങ്ങ കോയിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച മണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു വേണ്ടേ. ഞാൻ ഇയാളോട് ഒരു കാര്യം ചോദിച്ചില്ല. എന്താ ഇയാളുടെ പേര്? കാശി. കാശി. കാശിറാം. കാശിറാം അല്ലേ? കാശിറാമിനെ ഞാൻ വന്ന വഴിക്ക് എല്ലാവരും ഇട്ട് ഇടിക്കുകയായിരുന്നല്ലോ. ഇടിച്ച് തമ്പലമാക്കിയോ? നന്നായിട്ട് കിട്ടിയോ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സുഖം ഉണ്ടായിരുന്നോ? ഇടിക്കേ. ഏത് ക്ലാസ്സിലായി മോൻ? 1ാം ക്ലാസ്സിലായി. 2ാം ക്ലാസ്സിലാവാൻ പോവാ. എന്തിനാ ആവാൻ പോകുന്നേ? നമുക്ക് 1ാം ക്ലാസ് ഇരുന്നാ പോരെ? അവിടെ നല്ല ബെഞ്ചൊക്കെ ഇല്ലയോ? ആ, നല്ല സൂപ്പർ ബെഞ്ചല്ലേ ഇരിക്കുന്നത്? 2ാം ക്ലാസ്സിലാവുമ്പോഴേ അന്നല്ലേ. കാശിറാമിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നേ? കല്യാൺ സിൽസിൽ വർക്ക് ചെയ്യുന്നു. കല്യാൺ സിൽസിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടംപോലെ തുണിയൊക്കെ കിട്ടുമായിരിക്കുമല്ലോ. കിട്ടുമോ? കമ്മലുണ്ടോടെ? എത്ര കണ്ട. ഇയാളെ എന്തുവാടെ എന്നെ തെറ്റിദ്ധരിപ്പിച്ചത്? ഇയാൾ എന്നോട് പറഞ്ഞ എന്തുവാ? ആൺപിള്ളേർ ഒരു കാതിലേ ഇടൂ, പെൺപിള്ളേർ 2 കാതിൽ. അപ്പൊ എന്താ അവൻ പെൺകുട്ടിയാണ്? പിന്നെ എന്തോ ഇയാൾ അങ്ങനെ പറഞ്ഞത്? ഇയാൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചില്ല. ഇയാൾ ഇത് ചെയ്യാൻ പാടുണ്ടോ എന്നോട്? ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ? ഇവൻ പെൺകുട്ടിയായിരുന്നു ആദ്യം. അവന് മുടിയുള്ളവന് അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ട്. അതല്ല, സൂപ്പർ മുടിയായത് കണ്ടില്ലേ? സൂര്യകാന്തി വിടർന്ന് നിൽക്കുന്ന നിൽക്കിയത്. ഓക്കെ. മോൻ എന്തോ ചെയ്യുന്നത് കട്ട്റൂമില്? സാധാരണ കട്ട്റൂമിൽ എന്തോ ചെയ്യുന്നത്? എന്തൊക്കെയാ ചെയ്യുന്നത്? മമ്മൂട്ടിയാണോ? ഒന്ന് നടന്നു വന്നേ മമ്മൂട്ടിയുടെ റോളില്. മമ്മൂട്ടിയായിട്ട് വന്നോണ്ടിരിക്കുമ്പോ തന്നെ സുരേഷ് ഗോപി ആവൂ? ഇല്ല. പാട്ട്. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർക്കൊണ്ടുവാ, ഒരു ചെങ്കുരിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. എന്താ വെള്ളാപ്പള്ളി ചെയ്യോ? എടേ അങ്ങനെ വെറുതെ വിട്ടൂടാ. സൗണ്ടാണോ? ഞാൻ പേച്ചിനി വെള്ളാപ്പള്ളി. ഞാൻ പേടിച്ചു പോയി. വരൂ. ഇയാൾക്ക് അറിയാമോ അദ്ദേഹത്തിന്റെ വീട് എവിടാന്ന്? പോയിട്ടില്ലല്ലോ. കാലടി പോയാൽ ജഗദീഷ് ഇടിച്ചു കൊല്ലും, കണിച്ചുള്ളവരെ ഇറങ്ങിയാൽ വെള്ളാപ്പള്ളി ഇടിച്ചു കൊല്ലും. എന്ത് ചെയ്യുന്ന പ്രശ്നമാവുമല്ലോ. പോകുന്നില്ലെന്ന് വെക്കും. അപ്പൊ എന്താ നോക്കട്ടെ, വെള്ളാപ്പള്ളി നോക്കട്ടെ. കട്ടുമ്പെന്ന് പറയുന്നത് നല്ലൊരു പരിപാടിയാണ്. പിന്നെ ഈ കട്ടുറുമ്പിലെ പിള്ളേർക്കെല്ലാം മഞ്ഞ യൂണിഫോം, അതും നല്ലതാണ്. പിന്നെ ഈ കട്ടുറുമ്പിലെ ടൈറ്റിൽ മ്യൂസിക് മാറ്റിയിട്ട് മഞ്ഞൾ പ്രസാദമുള്ള പാട്ട് വിട്ടാൽ അതും നല്ലതാണ്. പിന്നെ ഈ കട്ടുറുമ്പിൽ ചാറ്റ് കഴിഞ്ഞാൽ പിള്ളേർക്കെല്ലാം മഞ്ഞളിടും, അതും നല്ലതാണ്. പിന്നെ ഈ കട്ടുറുമ്പിലെ പിള്ളേർക്കെല്ലാം മഞ്ഞ യൂണിഫോം, അതും നല്ലതാണ്. നന്ദി. എൻ്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. നീ കണിച്ചോളൂ, അങ്ങനെ പോകണ്ട കേട്ടോ. റെഡി. അതാണോ പാട്ട്? അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ അവിടെ കയറി ഇരിക്കുവോ? പിന്നെ പ്രശ്നം ഉണ്ടാക്കുവോ? ഇല്ല. പൂവേ സിംബൂവേ ഉംവാസം വരും വാസൽ ഇൻവാസൽ പൂങ്കാവണം വായ് പേശനും പുല്ലാങ്കുഴൽ നീട്ടാടൊരു പൂവിൻ മടൽ. പൂവേ സിംബൂവേ ഉംവാസം വരും പൂവേ സിംബൂവേ. खुदा से आरज़ू मेरी कभी ये रात न गुजरे, मोहब्बत का हर एक लम्हा
मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे। तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला। मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला। मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। ഇയാളെ കമലഹാസനുടെ ആര് ഇയാൾ ആള് കൊള്ളാലേ. ഇയാൾ ഇറങ്ങി വരൂ, ജമ്പ് ചെയ്തിങ്ങി പോരെ. ആ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സ്കൂൾ ഏത് സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത്? ഭവൻസിൽ. ഏത് ക്ലാസ്സിലായി? ഞാൻ ഒരു ഇവിടെ വന്നായിരുന്നല്ലോ, കണ്ടായിരുന്നോ? ഇതിൽ കണ്ടില്ലയോ? എന്തുകൂടെ വെട്ടി വെച്ചേക്കുന്നത് ഇത് എന്തുകൂടെ പരിപാടി അഡ്ജസ്റ്റ് ചെയ്ത്? ഇന്ന് പരിപാടി ആയതുകൊണ്ട്. പരിപാടി ആയതുകൊണ്ട് ചെയ്താണോ? ഇത് ഏത് സിനിമ കണ്ടേ ഇത്? അത് വെറുതെ. മോന്റെ കലാപരിപാടി എന്തുവാ? ഡാൻസ് ആണോ, മിമിക്രി ആണോ? ഡാൻസ് ആണോ? ദുർഗ വീട് എവിടെയാ? ഗണപതി അമ്പലത്തിന്റെ അടുത്ത്. അവിടെ എങ്ങനെ അമ്പലം നിങ്ങളുടെ വീട്ടിനടുത്ത് കൊണ്ടുവച്ചോ, വീട് നിങ്ങളുടെ അമ്പലത്തിനടുത്ത് പോയോ? അതെങ്ങനെയായിരിക്കും ദുർഗ സംഭവിച്ചത്? ദുർഗ ആലോചിച്ച് നോക്കുക അല്ലേ, ഓർമ്മയില്ല, കുറെ വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോ ദുർഗ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇനി 5-ലോട്ട്. ഏത് ക്ലാസ്, ഏത് സ്കൂളില്? കാർമൽ റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂൾ. എന്തോ അയാളുടെ കലാപരിപാടി ഉള്ളത്? ഡാൻസ്. ഡാൻസ് ഒറ്റയ്ക്കാണോ കളിക്കുന്നത്? ആണോ? അപ്പോൾ കൂടെ ആരോ വന്നിട്ടുണ്ടല്ലോ? ചേച്ചി. ചാച്ചി എന്തിയേ? ചേച്ചിയുടെ പേരെന്താ? ലക്ഷ്മി റാം. ലക്ഷ്മി റാമോ? ഇവിടെ വേറെ ഏതോ റാം ഉണ്ടായിരുന്നില്ല, കാശിറാം. നിനക്കൊരു കൂട്ട് വന്നു. ആ ലക്ഷ്മി റാം ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കാർമൽ സ്കൂളിൽ. ഏത് ക്ലാസ്സിലായി ഇപ്പോ? ഇനി 8-ലോട്ട്. മോക്ക് എന്താ പരിപാടി ഉള്ളത്? ഡാൻസ്, പാട്ട്. ഡാൻസ്, പാട്ട്. മോളുടെ വീട്ടിൽ ഡാൻസ് കളിക്കുന്ന വേറെ ആരാ ഉള്ളത്? അമ്മ കളിക്കും. പിന്നെ അമ്മ എല്ലാം ചെയ്യും, പടം വരയ്ക്കും. അച്ഛൻ കളിക്കോ? അച്ഛൻ പാട്ട് പാടും. ഡാൻസ് കളിക്കോ അച്ഛൻ? നിങ്ങൾ എല്ലാവരും ചേർന്ന് ഡാൻസ് കളിപ്പിക്കത്തില്ല അച്ഛനെ? അതാ എനിക്കറിയാം. വരൂ മോൾ ഇറങ്ങി വാ. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉത്സവം പ്രമാണിച്ച് എന്ത് റാമിന്റെ ഇതാ? കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉത്സവം പ്രമാണിച്ച് ലക്ഷ്മി റാമിന്റെ ഡാൻസ് ആരംഭിക്കുന്നു. പാട്ടാണ്. ലക്ഷ്മി തെറ്റിപ്പോയി, അനൗൺസ്മെന്റ് തെറ്റിപ്പോയി. ലക്ഷ്മി റാമിന്റെ പാട്ട്. പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ? തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ? മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ? മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ, കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം, ആചാരക്കതിന മുഴക്കിടാം. കല്യാണം കൂടാൻ കഴിയാത്തവരെ, കഥയറിയാത്തവരെ, ആഭ്യന്തരമന്ത്രിണിയാണേ ആഡംബരമൊത്തിരി വേണേ, ആഭ്യന്തരമന്ത്രിണിയാണേ ആഡംബരമൊത്തിരി വേണേ. ആനപ്പാറേ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽ പട്ടാളം. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ,
കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം വരവേറ്റിടാം. നിങ്ങൾ എല്ലാവരും അറിയണം, ഇപ്പൊ ഇദ്ദേഹം എന്നോടൊരു സംശയം ചോദിച്ചു. ഒന്നുറക്കെ ചോദിച്ച സംശയം, അങ്കളുടെ മീശ ഒട്ടിച്ചതാണോ? എന്റെ മീശ ഒട്ടിച്ചതാണോ എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഇയാളുടെ തലമുടി ഒട്ടിച്ചതാണോ? അല്ല. പിന്നെ എന്റെ മീശ എങ്ങനെ ഒട്ടിക്കും? അല്ല, ആ നമ്മളുടെ ക്രിസ്റ്റോന്റെ ഇല്ലേ, ആ അവന്റെ ഒട്ടിച്ചതാ. ഇയാൾ ഈ മീശ തൊട്ടാ കറണ്ട് അടിക്കും, കാണണോ? ആ ഒന്ന് തൊട്ട് നോക്കൂ, കറണ്ട് അടിക്കും. കറണ്ട് അടിക്കും, തൊട്ടാ കറണ്ട് അടിക്കും, തൊട്ടാ കറണ്ട് അടിക്കും. ഇവന്റെ മീശത്തോടും കറണ്ട് അടിക്കുമ്പോ താഴെ വീഴും. നോക്കണം, നോക്കണം. കറണ്ട് അടിച്ചോ? ഇവിടെ കറണ്ട് അടിച്ചില്ലയോ? ഇനി പോയിരിക്കും അവിടെ, ഒന്നും അടിക്കും. സിനിമയിൽ അഭിനയിച്ചോ? ഒരു പടത്തില്. ഏത് പടത്തിലെ? ഇയാൾ ഏത് സിനിമയിലാ അഭിനയിച്ചോ? അവന് ഏത് സിനിമയിലാ? ആണോ? ഇയാൾ അഭിനയിച്ചോ? അഭിനയിക്കാൻ പോകുന്ന അകല്യ. ഇയാൾ ഏത് സിനിമ അഭിനയിച്ചോ? ഇയാൾ അഭിനയിച്ചോ? ഇയാൾ അഭിനയിച്ചോ? നീ നിനക്കൊരു സിനിമ, ഏത് സിനിമ? തമിഴാണോ? നിന്നെ മലയാളത്തിൽ സഹിക്കാൻ പറ്റത്തില്ല. നീ അവിടെ മമ്മൂക്കായിട്ട് ഇടിക്കില്ലേ? അഭിനയിച്ചു? ഏത് സിനിമ അഭിനയിച്ചു? നിങ്ങൾ എല്ലാരും പോയി അഭിനയിച്ചോ അതിനകത്ത്? ഏത് സിനിമയിലെ? അപ്പൊ ഇനിയിപ്പോ അഭിനയിക്കാത്ത ഞാൻ മാത്രമേ ഉള്ളല്ലോ ഇവിടെ. എല്ലാരും അഭിനയിച്ചല്ലോ. ഇയാളുടെ കയ്യിൽ എന്തുകൂടെ കെട്ടിരിക്കുന്നേ? ഇത് എന്തുവാ ഇത്? ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഇയാള് സൂപ്പറാണല്ലോ ഇത്. ഇയാള് പുലിമുരുകനാണോ ആള്? ഇതെന്തുവാ ഇത് ബാക്കില്? വേലായുധമാണല്ലേ. എന്താ പേര്? നസീബ്. എങ്ങനെയാ പുലിമുരുകനായിട്ട് നിന്നേ നോക്കട്ടെ. എന്താ പറഞ്ഞേ? സൂച്ചമുരുകൻ എന്ന് പറഞ്ഞു? എലിമുരുകനോ? എന്നെ കണ്ട എലിമുരുകൻ തോന്നുവോ? നീ എടങ്ങഴി അരിയുടെ ചോറ് തിന്നുവോ? എടങ്ങഴി അരി ഇത്രയും ചോറ് തിന്നുവോ നീ? കാര്യം എന്ത് പറഞ്ഞു ഒരൊറ്റ ഇടിച്ചാ വേറെ അകത്തോട്ടേ കയറി കേട്ടോ. റെഡി. ഇയാളുടെ കൂടെയുള്ള ഗ്രൂപ്പ് ആരൊക്കെയാ? ഇയാള് മോഹൻലാൽ ഫാനാണോ? ലാൽ ഫാനാണോ ഇയാള്? ആണ്. നടക്കുമ്പോഴെങ്ങനെയാ? ചരിഞ്ഞാണോ നടക്കുന്നത്? എങ്ങനെയാ നടക്കുന്നത്? എങ്ങനെയാ ഒന്ന് കാണിച്ചേ. ഓ അങ്ങനെയല്ലേ. ഓ അത് ശരി. അപ്പൊ അങ്ങനെ നടപ്പൊക്കെ അങ്ങനെ തന്നെ. ഇരിപ്പോ സാധാരണ ഇരിക്കുന്നില്ല ഇരിക്കൂ. എഴുന്നേൽക്കുമ്പോ ലാൽ പോലെ ആവുമോ? ഉറങ്ങുമ്പോഴോ? മനുഷ്യ ഉറങ്ങുന്നില്ല, ഉറങ്ങുന്നത് ഇല്ലേ? ആ ഓക്കെ, നന്നായി. റെഡി. കൂട്ടുകാരെ, എൻ്റെ എളിയ കഥാപ്രസംഗം ഇവിടെ സമാരംഭിക്കട്ടെ. മഹിതൂതാരം മാതൃത്വം ഇത് നരജന്മത്തിൻ വരദാനം. പ്രപഞ്ചതാള മഹാമേളത്തിൻ പ്രണവാമൃതസാരം. മാതൃത്വത്തിന്റെ മഹനീയഭാവങ്ങളെ തീഷ്ണവും സുന്ദരവും ആർദ്രവുമായ നാടൻ പാട്ടിന് നിർമ്മാണം വരുത്തുന്ന ശൈലികളിൽ ONV നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നു. പുരാണ ഇതിഹാസങ്ങളുടെയും വേദോപനിഷത്തുകളുടെയും കാലം മുതൽക്കേ സ്ത്രീത്വത്തിന്റെ പാവനതയും മാതൃത്വത്തിന്റെ മേന്മയും പുകഴ്ത്തുകയും പൂജിക്കുകയും ചെയ്തു വരുന്ന പാരമ്പര്യമാണ് നമ്മുടേത്. സ്ത്രീത്വത്തെ വിൽപ്പന ചരക്കായും പ്രദർശന വസ്തുവായും മണ്ണുപോലെ ചവിട്ടിക്കുഴയ്ക്കുകയും രക്തപ്പുഴകളിലൂടെ വലിച്ചിഴക്കുകയും ചെയ്യുന്ന നൂതന കാലഘട്ടത്തിന്റെ തെറ്റിന് ഹൃദയപൂർവ്വം മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കഥ ഇവിടെ അവതരിപ്പിക്കട്ടെ. കഥ അമ്മ. അപ്പൊ ആ ചേച്ചിക്ക് ഒരു കൈ കൊടുത്തേ നീ. സൂപ്പർ. സൂപ്പറായില്ലയോ? ഒന്ന് പരിചയപ്പെട്ടു. ആരാന്ന് ചോദിച്ചു? ചേച്ചി ഒന്ന് പരിചയപ്പെട്ടു. ശ്യാമിനി.
ശ്യാമിനി, ആ. മീനമ്പലം, പാരിപ്പള്ളി മീനം. നീ എനിക്ക് വേണ്ടി ഒന്ന് ഇന്റർവ്യൂ ചെയ്ത്. ആരാ പഠിപ്പിച്ചത്? അമ്മയുടെ പേരെന്താ? അനിത. അച്ഛന്റെ മണികണ്ഠ പിള്ള. എനിക്കൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. അതാണ് അവന്റെ കുഴപ്പം. എന്താ മോന്റെ പേര്? ശരൺ. മോനെ എന്താ അവതരിപ്പിക്കാൻ പോന്നെ? കവിത. കവിത. ഇതാരെഴുതി കവിതയാ? ONV കുറുപ്പ് സാറിന്റെ കാളന്തി എന്ന കവിതയാണ്. കാളന്തി എന്നുള്ളത് ഇത് എവിടെ അവതരിപ്പിച്ചുള്ളതാണോ? എവിടെ? ഞാൻ ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാതല കലോത്സവത്തിൽ ചെയ്തിട്ടുണ്ട്. പ്രൈസ് കിട്ടിയോ? പ്രൈസ് കൈ അടിച്ചു കൊടുക്കൂ. നീലാഭ്രം വീണലിയുകയാലു മാറിൽ കണ്ണനുളിക്കുകയാലു കാളിന്തി നിന്നുടലിതു കായാമ്പൂവിൻ നീലിമയാർന്നു. വെണ്ണുരമണികളണിഞ്ഞാലും വെൺതാമര കുടയായി നീർത്തെന്നാലും നിന്നെ വിളിപ്പതു കാലം കാതിൽ കാളിന്തി എന്നല്ലേ, കാളിന്തി എന്നല്ലേ. മിനുങ്ങും മിന്നുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ. നെറുകിൽ തൊട്ടു തലോടി കഥകൾ പാടിയുറക്കാൻ, വരുമോ ചാരേ നിന്നച്ഛൻ. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിന്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു. മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിന്റെ ജീവനമുട്ടവൻ എന്നെ വന്നു കട്ടു, ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. പുട്ടും കടലയും പുട്ടും കടലയും പുട്ടും കടലയും പുട്ടും കടലയും ദോശിങ്കൊള്ളിയും 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 കോഴിപ്പോക്കും വാ കോഴിപ്പോക്കും വാ കോഴിപ്പോക്കും വാ വാ. നാട്ടുകാരെ ചിക്കൻ പാർട്സ് വേണോ വെട്ടിക്കൂട്ടു വേണോ, ഇത് ജാനുന്റെ തട്ടുകട. പൊരിച്ചു കോഴി വടിച്ചു നക്കി കടം പറയണ നേരത്ത് പൊടിച്ച തെറിയും ഇരിച്ചിട്ടാട്ടി കാശു വാങ്ങണ ജാനുവേ. എടുക്കു പെണ്ണെ എരിവ് കൂട്ടി ചൊക ചൊകാന്നുള്ള ഇറച്ചിക്കറി. ശിങ്കാരത്തിരി വേണ്ടട മോനെ പഞ്ചാരൊത്തിരി കണ്ടത് ജാനു. എഞ്ചി നുറുക്കി ഓംലേറ്റിൽ ഞാൻ അഞ്ചു വിലക്കിയിടും. അഞ്ചാം നാൾ നീ വയറ് മുടിഞ്ഞ് മൂടും പൊത്തി ഓടിയിടും. Every night in my dreams I see you, I feel you. That is how I know you. Go far across the distance, spaces between us. You have come to show you. Go മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസാട്ടി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. നാടൻ പാട്ട് തപ്പാങ്കൂത്ത് കൊണ്ടാട്ടമാണിന്നട. മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസാട്ടി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. सुरेश्वरी भारती भार्गवी शोकविनाशिनी रत्नमये मणिमय भूषित कर्णविभूषित
ഭൂഷണ ശാന്തി സമാവൃത ഹാസ്യമുഖേ പഴനിമല മുരുകന് പള്ളിവേലായുധ പാറിപ്പറക്കുന്ന പൊന്മയിൽ വാഹന മാർഗഴി തിങ്കളോ ജ്ഞാനപ്പഴം വരിക വരിക വടിവേല ഹരഹരോ ഹരഹര ഹരഹരോ ഹര ധില്ലം ധില്ലം ധളാങ്കണക്ക ചെണ്ടമൃതങ്ങം മേലേക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടി പടയണി മേളം ഓ കാവടി മേളം ഹേ നാട്ടുകളരി കച്ചമുറുക്കട വാൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വരമ്പിരി വെട്ടി തോതിര കടകമുടിയും തടയും താളം ഓ കടകൻ താളം കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുവിലുണ്ടേ ഹേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുവിലുണ്ടേ സതിരുണ്ടേ സംഗീത ശിരോമണി തങ്കവേലുവയ്യങ്കാർ തില്ലാന മോഹനാമ്പാൾ ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കടേശ വെങ്കടേശ നാക്കില്ല മുക്കില്ല വായില്ല കുഞ്ഞിലെ ഉച്ചിപ്പിറാമ്പിക്ക് ദേവാരത്തിനും തൈമാസത്തിലെ കല്യാണത്തിനും കറുകറുകെ കറുത്ത മുത്തോളം ജാമേ കൊയ്തെടുക്കിൻ തങ്കമിട് തത്താൻ ചക്ക മാരിയമ്മൻ കുടമിട് അൽക്കുടമിട് ിണക്ക ധില്ലം ധില്ലം ധളാങ്കണക്ക ചെണ്ടമൃതങ്ങം മേലേക്കാവിൽ പൂരക്കാവടി പീലിക്കോലടി പാണ്ടി പടയണി മേളം ഓ കാവടി മേളം ഹേ നാട്ടുകളരി കച്ചമുറുക്കട വാൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വരമ്പിരി വെട്ടി തോതിര കടകമുടിയും തടയും മേളം ഓ കാവടി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം കാവടി മേളം പടയണി മേളം പടയണി മേളം കാവടി മേളം കാവടി മേളം പടയണി മേളം പടയണി മേളം കാവടി മേളം കാവടി മേളം പടയണി മേളം പടയണി മേളം കാവടി മേളം. R. Srikandan Nayar's costume courtesy, Foremost, Men's Boutique and Uniforms, Chalakudi and Ernakulam.